ദശകം 14 ശ്ലോക 10. വനമേയുഷീ കർദമേ പ്രസന്നേ മതഃ സർവസ്വം ഉപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വനമേയുഷി വനത്തിൽ തപസ്സിനായി പോയി. കർദമേ കർദമൻ. പ്രസന്നേ കൃത്യ നിർവഹണ സന്തോഷം. മതസർവസ്വം എല്ലാ മതസിദ്ധാന്തങ്ങളുടെ സാരാംശം. ഉപാദിശൻ ഉപദേശിക്കുന്ന. ജനന്യൈ അമ്മയ്ക്കായിട്ട്. കപിലാത്മക കപിലമുനിയായിട്ടവതരിച്ച. വായുമന്ദിരേശ ഗുരുവായൂരപ്പ ത്വരിതാം ലോകത്തിൽ നിന്ന് ത്വം കപിലമൂർത്തെ പരിപാഹി രക്ഷിച്ചാലും മാം എന്നെ ഗദൗഘാത് പെട്ടെന്ന്. അപ്പോൾ ഈ ദശകത്തിൽ ഭഗവാന്റെ കപിലാവതാരത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ വനത്തിലേക്ക് തപസ്സിനായി പോയ ആ കർദമൻ മുനി നിർവഹണ സന്തോഷത്തിനായിട്ട് എല്ലാവിധ മതസിദ്ധാന്തങ്ങളുടെ സാരാംശത്തെയും ഉപദേശിക്കുന്നതായിട്ട് അമ്മയ്ക്ക് വേണ്ടി കപിലമുനിയായി അവതരിച്ച അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ കപിലമൂർത്തെ, എൻ്റെ എല്ലാ രോഗത്തിൽ നിന്നും എന്നെ പെട്ടെന്ന് രക്ഷിക്കണേ എന്നിവിടെ ഭട്ടതിരി പറയുന്നു. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വപുപാദിശൻ ജനന്യൈ കപിലാത്മകേ വായുമന്ദിരേശ ത്വരിതം ത്വാം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.